നമസ്കാരം. ഏവർക്കും TMT മീഡിയയിലേക്ക് സ്വാഗതം. മാന്യ ശ്രോതാക്കളെ, ഒരു കാര്യത്തിൽ കേരളം ഗിന്നസ് ബുക്കിൽ സ്ഥാനം പിടിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം വിദ്യാഭ്യാസം കുറഞ്ഞു പോയതിൻ്റെ പേരിൽ യുവതികളാൽ തിരസ്കരിക്കപ്പെട്ട് വിവാഹം കഴിക്കാനാവാതെ അവിവാഹിതരായി പുരനിറഞ്ഞു നിൽക്കുന്ന പുരുഷന്മാരാൽ നിറഞ്ഞ ലോകത്തെ ഏക സംസ്ഥാനം കേരളം മാത്രമാണെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കേരളത്തിലെ ഓരോ പഞ്ചായത്തിലും ഏറ്റവും കുറഞ്ഞത് 50 പേരെങ്കിലും വിവാഹ കമ്പോളത്തിൽ യുവതികളാൽ തഴയപ്പെട്ട് അവഗണിക്കപ്പെട്ട് നിരാശയിൽ കഴിയുന്നവരുണ്ട്. ഈ അവസ്ഥ കണ്ട് ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കിയ പുതിയ തലമുറയിലെ വളർന്നുവരുന്ന യുവാക്കൾ വിദ്യാഭ്യാസം നേടിയില്ലെങ്കിൽ തങ്ങളുടെ ജീവിതവും ഇതുപോലെ വിവാഹ ജീവിതം നയിക്കാനാവാതെ അർത്ഥശൂന്യമായി പോകും എന്ന് തിരിച്ചറിഞ്ഞതോടെ അവരും ഉന്നത വിദ്യാഭ്യാസത്തിലേക്ക് ചൂടുമാറുകയാണ് ഉണ്ടായത്. അതോടെ നാട്ടിൽ തൊഴിൽ പരിശീലനത്തിന് ഇറങ്ങാൻ ആളില്ലാതായി. അത് തൊഴിൽ മേഖലയിൽ കാര്യമായ പ്രതിസന്ധി സൃഷ്ടിച്ചു. നിലവിൽ ഉണ്ടായിരുന്ന നാട്ടിലെ പഴയ തലമുറയിലെ പണിമക്കൾക്ക് പ്രായമേറി വരികയും പുതുതായി തൊഴിലുകളിലേക്ക് ഇറങ്ങാൻ ആളില്ലാതാവുകയും ചെയ്തതോടെ തൊഴിൽ മേഖല സ്തംഭനാവസ്ഥയെ നേരിട്ട് തുടങ്ങി. അതോടെ കരാറു പണിക്കാർക്ക് അന്യസംസ്ഥാന തൊഴിലാളികളെ ആശ്രയിക്കേണ്ടി വന്നു. കേരളത്തിലെ കൂലി വ്യവസ്ഥയിൽ നിന്നും വളരെ താഴ്ന്ന കൂലി നിലവാരമുള്ള സംസ്ഥാനങ്ങളിലെ കുഗ്രാമങ്ങളിൽ നിന്നും വന്ന ആ തൊഴിലാളികളെ നമ്മുടെ കരാറുകാർ ആദ്യം ചൂഷണം ചെയ്യുകയാണ് ഉണ്ടായത്. അവരിൽ നിന്നും 100, 150, 200 രൂപ വരെ നമ്മുടെ കരാറുകാർ കമ്മീഷൻ വാങ്ങാൻ തുടങ്ങി. അതോടെ അതും ഒരു ബിസിനസ്സായി മാറി. ഗൾഫിലേക്ക് ആളുകളെ കൊണ്ടുപോയിരുന്നത് പോലെയാണ് പിന്നീട് കേരളത്തിലേക്ക് അന്യസംസ്ഥാനക്കാരെ കൊണ്ടുവന്നിരുന്നത്. അവരെ ജോലിക്ക് വിളിക്കണമെങ്കിൽ ഏജൻറ്റുമാരെ സമീപിക്കേണ്ട അവസ്ഥ. അവർ ആ മണിമക്കൾക്ക് വിലപേശി ഭാഷയറിയാത്ത അവരെ ചൂഷണം ചെയ്യാൻ എളുപ്പവുമായിരുന്നു. പുത്തനച്ചി പുരപ്പുറം തൂക്കും എന്ന് പറഞ്ഞ പോലെ ആയിരുന്നു അന്യസംസ്ഥാന തൊഴിലാളികളുടെ നിലപാട്. അവർ കൂലിയോ ആരോഗ്യമോ വകവയ്ക്കാതെ കൂടുതൽ സമയം വേല ചെയ്തു. എങ്കിലും അവർക്ക് നാട്ടിലെത്തിയതിനേക്കാൾ സമ്പാദ്യം തന്നെ. പക്ഷേ രാജാവിൻ്റെ പളപ്പളപ്പ് കണ്ട പെണ്ണിനെ അധ്വാനിച്ച് വിയർപ്പൊഴുക്കി നിൽക്കുന്ന ഭർത്താവിനെ പിടിച്ചില്ലെന്ന് പറഞ്ഞ പോലെയായി കാര്യങ്ങൾ. ഇവരുടെ ചുറുചുറുക്ക് കണ്ട കരാറുകാർ സ്വന്തം നാട്ടിലെ പ്രായമായ പണിമക്കളെ മെല്ലെ മെല്ലെ ഒഴിവാക്കുകയാണ് ഉണ്ടായത്. തൊഴിൽ നഷ്ടപ്പെട്ട പണിമക്കൾ നിത്യവൃത്തിക്ക് പോലും പണമില്ലാതായതോടെ പലരും കുറഞ്ഞ വേതനത്തിന് കടകളിലും സ്ഥാപനങ്ങളുടെ പാറാവ് പണികൾക്കും പോകാൻ തുടങ്ങി. അതും ലഭിക്കാതിരുന്ന ചിലർ മദ്യവിൽപ്പന നടത്തുകയും അവരിൽ ചിലർ പോലീസ് പിടിയിലാവുകയും ഭീമമായ തുക പിഴ ചുമത്തേണ്ടി വരികയും അതിന് കഴിയാത്തവർ ജയിലിൽ കഴിയേണ്ടി വരികയും അതിൻ്റെ നാണക്കേട് മൂലം ചിലർ ആത്മഹത്യ വരെ ചെയ്യുകയുണ്ടായി. അങ്ങനെ പല കുടുംബങ്ങളും അരപ്പട്ടിണിയിലായി. നാട്ടുമക്കളിൽ പണമില്ലാതായതോടെ കടകമ്പോളങ്ങളിൽ തിരക്ക് കുറഞ്ഞു. കടകമ്പോളങ്ങളിൽ അഭയം തേടിയിരുന്നവർക്ക് പിന്നെയും പണിയില്ലാതായി. അതോടെ ഈ കാലഘട്ടത്തിൻ്റെ ദാരിദ്ര്യത്തിന് തുടക്കമായി. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? എന്തുകൊണ്ടാണ്? പുത്തൻ തലമുറ വിദ്യാഭ്യാസത്തെ മാത്രം ആശ്രയിച്ചതുകൊണ്ട്. വിദ്യാധനം സർവധനാൽ പ്രധാനം എന്ന മഹത് വചനത്തിൻ്റെ കാതലായ പൊരുൾ ആരും മനസ്സിലാക്കാഞ്ഞത് കൊണ്ടുണ്ടായ അബദ്ധം. വിദ്യാധനം എന്നത് വിദ്യാഭ്യാസത്തെ മാത്രമാണെന്ന് തെറ്റിദ്ധരിച്ചത് കൊണ്ടുണ്ടായ അബദ്ധം. തൊഴിലും വിദ്യ തന്നെയെന്ന് അവർ അറിഞ്ഞില്ല. വിദ്യാഭ്യാസം അറിവ് നേടാനും വിദ്യ അന്നം നേടാനുമാണെന്ന് അവർ പഠിച്ചില്ല. അവരെ അത് ആരും പഠിപ്പിച്ചുമില്ല. അല്ലെങ്കിൽ ആ അറിവ് ബുദ്ധിയുള്ളവർ മനഃപൂർവ്വം മറച്ചു വെച്ചു. കാരണം വസ്ത്രത്തിൽ അഴുക്ക് പുരളാത്ത ജീവിതം അവരെ അത്രമേൽ വശീകരിച്ചിരുന്നു. ഇനി കാലം വേണം പുതിയ തലമുറയെ അത് പഠിപ്പിക്കാൻ. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വിചിത്രമായി തോന്നാം. എന്നാൽ ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആകെ 38,863 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ള ഈ കൊച്ചു കേരളത്തിൽ 25,300ഓളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. 20 മുതൽ 24,000 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണം മാത്രമാണ് മനുഷ്യവാസ യോഗ്യമായിട്ടുള്ളത്. ഇതിൽ മനുഷ്യർ വസിക്കുന്നത് 860ഓളം ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണത്തിൽ മാത്രമാണ്. ഇവിടെ 50 ലക്ഷത്തിലധികം കുട്ടികൾ വിദ്യാഭ്യാസം നടത്തുന്നുണ്ട്. ഇതിൽ 10 ലക്ഷം മുതൽ 12 ലക്ഷം വരെ കുട്ടികൾ ഉന്നത വിദ്യാഭ്യാസം നടത്തുന്നുണ്ട്. ഇത്രയും കുട്ടികൾക്ക് പഠിക്കാൻ 20,000-ലധികം വിദ്യാലയങ്ങളുമുണ്ട്. ഇതെല്ലാം പുറമെ പലവിധ കോഴ്സുകൾ പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങൾ വേറെ. ഇവരുടെ TV ചാനലുകളിലെ ഉടൻപണം പരിപാടികൾ പോലെയുള്ള ചെപ്പടി വിദ്യകൾ പലതരം. ഈ കോഴ്സ് പഠിച്ചാൽ ഉടൻ ജോലി, ഈ കോഴ്സ് പഠിച്ചാൽ അമേരിക്കയിൽ ജോലി സാധ്യതകൾ ഏറെ.
ഈ കോഴ്സ് പഠിച്ച് പുറത്തിറങ്ങേണ്ട താമസം UK-യിൽ ചെന്നാൽ ഉടൻ ജോലി. UK-യിലും അമേരിക്കയിലും ജോലി നേടിയവർ എന്നും പറഞ്ഞ് കോട്ടും സൂട്ടുമണിഞ്ഞ യുവതി യുവാക്കളുടെ കളർഫുൾ ഫോട്ടോകൾ പത്രങ്ങളിൽ 2ഉം 3ഉം ഫുൾ പേജ്. ലക്ഷക്കണക്കിന് രൂപ ശമ്പളം വാങ്ങുന്നവരുടെ പട്ടിക. ഇതെല്ലാം കണ്ടാൽ ആരാണ് ആകർഷ്ടരാകാതിരിക്കുക? ഒരു വശത്ത് സർക്കാർ ജോലി എന്ന അമൃതകുംഭം, മറുവശത്ത് സുഖലോലുപതയുടെ വർണ്ണപ്പകിട്ടുള്ള വിദേശ രാജ്യങ്ങളിലെ വമ്പൻ ശമ്പളമുള്ള ജോലി വാഗ്ദാനങ്ങളുടെ പ്രലോഭനം. യുവതി യുവാക്കൾ അരയും തലയും മുറുക്കി പലതരം കോഴ്സുകൾ പഠിക്കാൻ ഇറങ്ങി. BTech, MTech, അങ്ങനെ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ സകലമാന അക്ഷരങ്ങൾ കൊണ്ടും മെനഞ്ഞുണ്ടാക്കിയ ആർക്കും മനസ്സിലാവാത്ത കുറേ കോഴ്സുകൾ പഠിച്ചു, പുറത്തിറങ്ങി. എന്നിട്ടോ ഇത്രയും കുട്ടികൾക്ക് കൊടുക്കാൻ സർക്കാരിൻ്റെ കയ്യിൽ എവിടെ ഇരിക്കുന്നു ജോലി? പണ്ട് നല്ലൊരു ശതമാനം കുട്ടികളും പ്രാഥമിക വിദ്യാഭ്യാസം കഴിഞ്ഞാൽ ഏതെങ്കിലും തൊഴിൽ പഠിക്കാൻ ഇറങ്ങുകയായിരുന്നു പതിവ്. ബാക്കി കുറച്ച് ശതമാനം പേരെ ഉന്നത വിദ്യാഭ്യാസം പൂർത്തിയാക്കിയിരുന്നുള്ളൂ. അവർക്ക് കൊടുക്കാനുള്ള ഏറെക്കുറെ ജോലിയൊക്കെ സർക്കാരിൻ്റെ കൈവശം ഉണ്ടാകുമായിരുന്നു. പക്ഷേ ലക്ഷക്കണക്കിന് കുട്ടികൾ പഠിച്ചിറങ്ങിയാൽ സർക്കാർ എന്തു ചെയ്യും? കുട്ടികൾ കുറേ മുറവിളി കൂട്ടി ജോലി തരൂ സർക്കാർ എന്നും പറഞ്ഞ്. അപ്പോൾ സർക്കാർ പുതിയ അടവെടുത്തു, PSC എന്ന പുതിയ തന്ത്രം. അതോടെ കുട്ടികളുടെ വായ അടഞ്ഞു. കൈക്കൂലി കൊടുത്ത് മക്കൾക്ക് ജോലി വാങ്ങിക്കൊടുക്കാം എന്ന ചില മാതാപിതാക്കളുടെ അത്യാർത്തിയും ചിറകറ്റുപോയി. അതോടെ സർക്കാർ ജോലി വെറും സ്വപ്നം മാത്രമായി അവശേഷിച്ചു. പിന്നീട് സംഭവിച്ചതോ, തിരിനാളത്തിലെ ശോഭയിലേക്ക് ഓടിയണഞ്ഞ വർണ്ണശലഭങ്ങളെപ്പോലെയായി പിന്നീട് കുട്ടികളുടെ അവസ്ഥ. ജനവാസയോഗ്യമായ മേഖലയേക്കാൾ ജനസാന്ദ്രതയുള്ള നമ്മുടെ നാട്ടിൽ ഇത്രയധികം കുട്ടികൾ പഠിച്ചിറങ്ങിയാൽ സർക്കാരിൻ്റെ കയ്യിൽ എവിടെയാണ് ജോലി? ഇനി അഥവാ കുറേ പേർക്ക് ജോലി കൊടുക്കാവുന്ന ഏതെങ്കിലും വ്യവസായ സ്ഥാപനമോ കമ്പനിയോ ഇവിടെയുണ്ടോ? ഇനി അഥവാ ആരെങ്കിലും അത്തരത്തിലൊന്ന് തുടങ്ങിയാൽ അത് പൂട്ടിക്കലാണല്ലോ നമ്മുടെ പണി. അങ്ങനെ ഇപ്പോൾ ആളാവണ്ട, അതാണല്ലോ കേരള സ്റ്റൈൽ. 2 ഉദാഹരണങ്ങൾ മാത്രം ഞാനിവിടെ പറയാം. 1980-90 കാലഘട്ടങ്ങളിൽ തൃശ്ശൂരിൻ്റെ ഗ്രാമപ്രദേശങ്ങളിൽ ദിനം പ്രതി കോടിക്കണക്കിന് രൂപയുടെ ക്രയവിക്രയം നടത്തിയിരുന്ന ഒരു വ്യവസായമായിരുന്നു വൈരക്കൽ വ്യവസായ മേഖല. അന്ന് ലക്ഷക്കണക്കിന് യുവതി യുവാക്കൾ സർക്കാർ ഉദ്യോഗസ്ഥരെക്കാൾ കൂടുതൽ പണം ആ തൊഴിൽ ചെയ്ത് സമ്പാദിക്കുകയും ആത്മാഭിമാനത്തോടെയും ആത്മസംതൃപ്തിയോടെയും ജീവിക്കുകയും ചെയ്തിരുന്നു. പിന്നീട് അതൊരു കുടിൽ വ്യവസായമായി മാറി. അതോടെ ഗ്രാമങ്ങൾ അഭിവൃദ്ധിയിൽ ആറാടി. ഞായറാഴ്ചകൾ അവർ ഉത്സവമാക്കി. പക്ഷേ അത് കണ്ട ചില രാഷ്ട്രീയ കോമരങ്ങൾക്ക് കലികയറി. ആ വ്യവസായം അപ്പാടെ അവർ അടിയോടെ പിഴുതെറിഞ്ഞു. ഇനി മറ്റൊന്ന്, ആയിരക്കണക്കിന് യുവതി യുവാക്കളായി തൊഴിലാളികൾ ജോലി ചെയ്തിരുന്ന, വിദ്യാഭ്യാസ യോഗ്യത പോലും വേണ്ടാത്ത, സർവ്വ തൊഴിലാളികൾക്കും നടക്കാവുന്ന ദൂരം മാത്രമുള്ള ഇന്ത്യയിലുടനീളവും വിദേശ രാജ്യങ്ങളിൽ പോലും വിൽപ്പനയുള്ള ഒരു നിർമ്മാണ ഫാക്ടറി പൂട്ടിച്ച് ഭേദപ്പെട്ട ശമ്പളം വാങ്ങിയിരുന്ന അവരുടെ കൈകളിൽ പിച്ചപാത്രം കൊടുത്ത് തെരുവിലിറക്കിയതും ഇതേ പാർട്ടിക്കാർ തന്നെ. എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ഈ പാവം തൊഴിലാളികൾ അറിയുന്നില്ല. എന്തിനു വേണ്ടി? അവർക്ക് ജയ് വിളിക്കാനും ജാഥകൾ നടത്തി റോഡുകൾ സ്തംഭിപ്പിക്കാനും അരപ്പട്ടിണിക്കാർ തന്നെ വേണം. ഇവരൊക്കെ വൈരക്കൊല്ലരച്ചും കണ്ട ഫാക്ടറികളിലും ഒക്കെ ജോലി ചെയ്ത് കാശുകാരായാൽ അഹങ്കാരം കൂടും. പിന്നെ ഇവരെയൊന്നും ചൊൽപ്പടിയിൽ നിർത്താനാവില്ല. ഒരു സമ്മേളനത്തിന് പോലും ഒന്ന് കാണാൻ പോലും കിട്ടില്ല. അതിനുവേണ്ടി തൊഴിലാളി സമരം എന്ന പേരിൽ ഓരോ സ്ഥാപനങ്ങളും പൂട്ടിക്കുന്നു. ഇങ്ങനെയുള്ള ഈ കേരളത്തിൽ തൊഴിലന്വേഷികൾ എന്തു ചെയ്യും? അവർ അടുത്ത വഴി കണ്ടെത്തി, വിദേശത്തെ ഉപരിപഠനം. പല യുവതി യുവാക്കളും കിടപ്പാടം പണയം വെച്ചും അമ്മമാരുടെ പൊന്നുവിറ്റും ലക്ഷങ്ങൾ മുടക്കി ഉപരിപഠനം എന്ന പരിചയമറിയാക്കി UK-യിൽ ചെന്നുപറ്റി. ആദ്യം ചെന്ന് പറ്റിയവർ ഹോട്ടലുകളിൽ എച്ചിൽ പാത്രങ്ങൾ കഴുകിയും കടകളിൽ സെയിൽസ് പണികൾ ചെയ്തും ഭക്ഷണത്തിനും താമസത്തിനുമുള്ള പണം ഏറെക്കുറെ കണ്ടെത്തി. ഇവരുടെയൊക്കെ വീട്ടുകാരിൽ നിന്ന് പൊങ്ങച്ചത്തിൻ്റെ കഥകൾ കേട്ട് മനം മയങ്ങിയ മറ്റുള്ള കുട്ടികൾ പിന്നെ മുന്നും പിന്നും നോക്കാതെ UK എന്ന സ്വപ്ന സാമ്രാജ്യത്തിലേക്ക് പലായനം തുടങ്ങി. പക്ഷേ ഇങ്ങനെ കൂട്ടത്തോടെ ചെന്നാൽ UK എന്തു ചെയ്യും? പലർക്കും പട്ടിണി മാറ്റാനും റോഡ് വക്കിൽ കിടന്ന് പോലീസ് പിടിയിലാവാതിരിക്കാനും മക്കൾക്ക് പണം അയച്ചു കൊടുക്കുകയാണ് ഉള്ളവർ. ഇല്ലാത്തവർ എന്തു ചെയ്യും? ഈ കൂട്ട പലായനത്തിന് സർക്കാർ ഇട്ടിരിക്കുന്ന ഓമന പേര് കേൾക്കണ്ടേ? മസ്തിഷ്ക ചോർച്ച. ഭ്രാന്ത് എന്ന് പച്ചയ്ക്ക് പറയുന്നില്ല. പഠിക്കൂ മക്കളെ എന്ന് നാമം ജപിച്ചിരുന്ന മാതാപിതാക്കൾ ഇന്ന് ആ മക്കളെ ഓർത്ത് ഉള്ള നൊന്ത് കഴിയുകയാണ്. പാവം മാതാപിതാക്കൾ ആരോടും സങ്കടം പറയാനാവാതെ വിങ്ങി വിതുമ്പുകയാണ് പല മാതാപിതാക്കളും.
അകം നീറുന്നത് പുറം അറിയരുതല്ലോ. മാന്യ ശ്രോതാക്കളെ, ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാക്കുകയാണ്. ബാക്കി വിശേഷങ്ങളുമായി നാളെ TMT മീഡിയ നിങ്ങൾക്ക് മുന്നിൽ വരുന്നതാണ്. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. ദയവായി എല്ലാവരും ഷെയർ ചെയ്യണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. തോമസ് തരകൻ, അറ്റം.